തലസ്ഥാനം സ്മാർട്ടാകാൻ തിടുക്കം കൂട്ടുമ്പോഴും ഒരു വിഭാഗം ജനത ദുരിതത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബണ്ട് കോളനി നിവാസികളാണ് മലിനജലത്താലും പകർച്ചവ്യാധികളാലും വലയുന്നത്. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് നഗരഹൃദയത്തിൽ അധികാരികളുടെ അവഗണനയിൽ ശോചനീയാവസ്ഥയിലായ മെഡിക്കൽ കോളേജ് ബണ്ട് കോളനി. 1000-ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ വാസയോഗ്യമായ വീടുകളോ ശുദ്ധജലമോ ഇല്ല. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ ബണ്ടിനു സമീപമാണ് കോളനിയിലെ വീടുകൾ. പ്രായമായവരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. കോളനിയിലെ മിക്ക വീടുകളും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ഞങ്ങളുടെ വീട് ഇടിഞ്ഞു കിടന്നിട്ട് 3 വർഷമായി. പക്ഷേ ഇതുവരെ ഒരു ധനസഹായമല്ല. അവർ പിന്നെ വന്നു പോയ ആ വെള്ളം കയറി അന്ന് വന്നു പോയതല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ വീട് വെള്ളം കയറും. അങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ സ്കൂളിലൊക്കെയാണ് ചെന്ന് കിടക്കുന്നത്. സർക്കാരിനും കോർപ്പറേഷൻ അധികൃതർക്കും നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഇതുവരെ ബണ്ട് കോളനിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് ആ തോട് വൃത്തിയാക്കി മണ്ണെല്ലാം കോരി കരയിട്ടിട്ടുണ്ട്. അല്ലാതെ അവർ ഇതുവരെ ആരും ഒന്നും ചെയ്തില്ല. വോട്ട് സമയമാകുമ്പോൾ ഇവിടെ എല്ലാവരും വരും. അത് ചെയ്തേരെ ഇത് ചെയ്തേരെ ആരും ഒന്നും ചെയ്യില്ല. മഴക്കാലമായാൽ ഒട്ടുമിക്ക വീടുകളിലേക്കും മലിനജലം കയറും. പലതവണ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ പരാതി നൽകിയെങ്കിലും അവയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ വിഫലമായി. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കോളനി നിവാസികൾ ചിലർക്ക് താൽക്കാലിക പട്ടയം അധികാരികൾ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾക്കും കോർപ്പറേഷൻ അധികൃതർക്കും നിരവധി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും ഇന്നും ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഇതിനെതിരെ അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഒരു വലിയ ദുരിതത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ദുരന്തത്തിലേക്കായിരിക്കും അത് നയിക്കുക. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ RG രാഗേഷിനൊപ്പം അഞ്ജലി പ്രദീപ്, റിപ്പോർട്ടർ.